ഞാൻ ബാഹ്യശക്തികൾക്ക് നിർണായകമായ പങ്ക് കാണുന്നു. കാരണം ഈ കഴിഞ്ഞ 10 വർഷം അല്ലെങ്കിൽ കഴിഞ്ഞ 11-12 വർഷങ്ങളായിട്ട് ഇറാഖിൽ നിലനിൽക്കുന്ന അസ്ഥിരതകൾ, പ്രതിസന്ധികൾ, ബഹളങ്ങൾ, ഇതൊക്കെ ISIS പോലെ ഒരു ട്രാൻസ് ബോർഡർ ഓർഗനൈസേഷൻ, അതായത് അതിർത്തി കടന്ന് ഒരു കോറിഡോർ സൃഷ്ടിക്കാൻ കഴിയുന്ന, സൈനിക മുന്നേറ്റങ്ങൾ നടത്താൻ കഴിയുന്ന, അല്ലെങ്കിൽ അങ്ങനെ ഒരു രീതിയിലുള്ളൊരു മോട്ടിവേഷനുള്ള ഒരു ഓർഗനൈസേഷന് പറ്റിയ എല്ലാവിധ ചേരുവകളും അവിടെയുണ്ട്. പക്ഷേ അവർക്ക് വളരാനും പടരാനും ബാഹ്യശക്തികളുടെ സഹായം കൂടിയേ തീരൂ. ഞാൻ ഈ സൗദിയുടെയും ഖത്തറിൻ്റെയൊന്നും പങ്കിനെ കുറച്ച് കാണാൻ തയ്യാറല്ല. കാരണം ഈവൻ അമേരിക്കയ്ക്ക് പോലും ഇതിൽ പങ്കുണ്ടെങ്കിൽ പോലും അത്ഭുതപ്പെടാനില്ല. അങ്ങനെ പറയാൻ കാരണം ഈ നൂരി അൽ മലിക്ക് ഒരു ക്രെഡിബിൾ ഇൻ്റർനാഷണൽ ഫിഗർ അല്ല ഒരിക്കലും. അപ്പോൾ മാത്രമല്ല, ഇറാഖിൽ എപ്പോൾ വേണമെങ്കിലും തിരിച്ചു വരാവുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരിക്കണമെന്നുള്ളത് ഈ ഇൻ്റർനാഷണൽ ഓയിൽ മാർക്കറ്റിൻ്റെ, സൗദിയും അമേരിക്കയും നേതൃത്വം നൽകുന്ന ഇൻ്റർനാഷണൽ ഓയിൽ മാർക്കറ്റിൻ്റെ ആവശ്യമാണ്. കാരണം ഇറാഖിൽ ഒന്നും തീരുമാനമായിട്ടില്ല. ഇറാഖിൽ ഏത് കാര്യത്തിലാണ് തീരുമാനമായിട്ടുള്ളത്? ഇറാഖിലെ ഓയിൽ റിസർവ് കൈകാര്യം ചെയ്യുന്ന കാര്യത്തിൽ ആരാണ് എന്താണെന്നുള്ള കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. ആ രാജ്യത്തിന് രാജ്യാന്തര സമൂഹത്തിലുള്ള ഐഡൻറ്റിറ്റിയിൽ തീരുമാനമായിട്ടില്ല. ആ രാജ്യത്തിൻ്റെ യഥാർത്ഥ രാഷ്ട്രീയ സംവിധാനത്തെക്കുറിച്ച് തീരുമാനമായിട്ടില്ല. അമേരിക്ക അവിടുന്ന് നടത്തിയ പിന്മാറ്റം ഒരുതരം എക്സിജൻസി അല്ലേ? അത് ടാക്ടിക്കൽ വിഡ്രോവലാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അതൊരു എക്സിജൻസി, അതൊരു അടിയന്തരാവസ്ഥക്കാലത്ത് എലക്ഷൻ ജയിക്കാനും രാഷ്ട്രീയമായി പിടിച്ചു നിൽക്കാനും വേണ്ടിയുള്ളൊരു പിന്മാറ്റം മാത്രമായിരുന്നു. സദ്ദാമിനെ മാറ്റിയതല്ലാതെ ഇറാഖിൽ അമേരിക്കയുടെ രാഷ്ട്രീയ സാമ്പത്തിക സംഭാവന എന്താണ്? അതുകൊണ്ട് തന്നെ ഇവരാരും തിരിച്ചു വരാതിരിക്കാൻ വേണ്ടി എന്നേക്കും സയോണാറ പറഞ്ഞു പോയവരല്ല. അതുകൊണ്ട് ബാഹ്യശക്തികൾ ഇങ്ങനെ ഒരു ഓപ്പണിങ്ങിന് വേണ്ടി ബാഹ്യശക്തികൾ ഞാൻ നിർണായകമായ സ്വാധീനം ഇവർക്കൊക്കെ കാണുന്നു. പ്രത്യേകിച്ച് ഇറാനെ ചെക്ക് ചെയ്യാനാണെങ്കിലും, ഇനി അതല്ലെങ്കിൽ ഈ ഓയിൽ മാർക്കറ്റ്, ഇതിൽ ഞാൻ ഇന്ന് മീഡിയ വൺ എടുത്ത ആംഗിളിനോട് ഞാൻ പൂർണ്ണമായി യോജിക്കുന്നു. ഇതിലേറ്റവും പ്രധാനം ഓയിൽ തന്നെയാണ്. കാരണം ഈ ഓയിൽ എക്കോണമിയുടെ തിരിച്ചുവരവിനുള്ളൊരു ശ്രമം, അതായത് രാജ്യാന്തര സമ്പദ് വ്യവസ്ഥയിൽ ഓയിൽ ഇക്കോണമിക്ക് തിരിച്ചുവരവ് ആഗ്രഹിക്കുന്നു. ഒപെക് രാഷ്ട്രങ്ങൾ അവരുടെ പ്രൈമസി തിരിച്ചു പിടിക്കാൻ ആഗ്രഹിക്കുന്നു. അതിൻ്റെ ഇതൊരു ഗ്രാൻഡ് പ്ലാനാണ്. റൈറ്റ് നവാസ് നിസാർ. പി കെ നിയാസ്, ഇവിടെ ഇത് തന്നെയാണ് പ്രശ്നം. കാരണം ഈ പറയുന്ന വിമത സൈന്യത്തിന് യാതൊരു ബാഹ്യ പിന്തുണയും ലഭിക്കുന്നില്ല. സൗദി അറേബ്യക്കോ ഖത്തറിനോ അതുപോലുള്ള സുന്നി രാഷ്ട്രങ്ങൾക്കോ ഒരു പങ്കുമില്ല എന്ന് നിഷേധിക്കുന്നത് അബദ്ധമാണ്. കാരണം ഇവരൊക്കെ ഒരർത്ഥത്തിൽ അല്ലെങ്കിൽ മറ്റൊരു അർത്ഥത്തിൽ രാഷ്ട്രീയമായി ഇത്തരം വിമത നീക്കങ്ങളെ പിന്തുണച്ചിട്ടുണ്ട്. ഉദാഹരണം, സിറിയയിൽ ബഷാറുൽ അസദിനെതിരായ അൽ നുസ്ര ബ്രിഗേഡിൻ്റെ പോരാട്ടത്തെ രാഷ്ട്രീയമായി പിന്തുണയ്ക്കുന്ന പ്രസ്താവനകൾ ഇരു രാജ്യങ്ങളിൽ നിന്നും വന്നിട്ടുണ്ട്. ആ അർത്ഥത്തിൽ സിറിയയിൽ പോലും സായുധ വിമതരെ ഫ്രണ്ട്സ് ഓഫ് സിറിയ തുടങ്ങിയ വേദികളിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ട് അവിടുത്തെ യഥാർത്ഥ പ്രതിപക്ഷമായി അവർ ഉയർത്തിക്കാട്ടിയിട്ടുണ്ട്. ഇത്തരമൊരു സാഹചര്യത്തിൽ അമേരിക്ക അവശേഷിപ്പിച്ചു പോയ, ഒരുപക്ഷെ പ്രസിഡന്റ് ജോർജ് ബുഷ് അവശേഷിപ്പിച്ചു പോയ കുഴപ്പങ്ങളിൽ നിന്ന് അമേരിക്കയെ പോലും ഊരിയെടുക്കാൻ കഴിയാത്ത വിധം സങ്കീർണമാക്കുകയാണ് അറബ് മേഖലയിലെ സുന്നി രാജ്യങ്ങൾ ഇക്കാര്യത്തിൽ ചെയ്തിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇത് വലിയൊരു പ്രശ്നം തന്നെയാണ്. കാരണം സുന്നി രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ ഏറ്റവും വലിയ ഭീഷണിയായി കാണുന്നത് ഇറാൻ ഉൾപ്പെടുന്ന അല്ലെങ്കിൽ ഇറാൻ പ്രതിനിധാനം ചെയ്യുന്ന ഷീ രാഷ്ട്രീയത്തെയാണ്. ഇറാൻ മേഖലയിൽ അതിശക്തിയായ നിലപാട് സ്വീകരിക്കുന്നത് അവർക്ക് ആർക്കും ഇഷ്ടപ്പെടുന്ന വസ്തുതയാണ്. അതുകൊണ്ടാണല്ലോ ഇറാന്റെ ആണവ നിലയങ്ങളെ സംബന്ധിച്ച വിഷയത്തിൽ ഗൾഫ് രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ളപ്പോൾ വളരെ അതിശക്തമായ നിലപാട് സ്വീകരിച്ചത്. മാത്രമല്ല, ഈ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ അമേരിക്കയും ഇറാനും അല്ലെങ്കിൽ അമേരിക്ക മറ്റു രാജ്യങ്ങളും ഇറാനും ഉൾപ്പെടെയുള്ള വിഭാഗങ്ങൾ ഒരു നിലപാടിലേക്ക് അല്ലെങ്കിൽ ഒരു സമാധാന പ്രക്രിയയിലേക്ക് എത്തുന്നതിനെ വളരെ നല്ല അവസ്ഥയിലുള്ള ഈ രാജ്യങ്ങൾ വീക്ഷിച്ചു പോകുന്നത്, വിശേഷം ഇസ്രായേലും. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാവുന്ന കാര്യത്തിൽ, അതായത് ഇറാന്റെ രാഷ്ട്രീയ മേൽക്കോയ്മ അത് ഒരിക്കലും വളരാൻ സൗദി അറേബ്യ നേതൃത്വം നൽകുന്ന ഈ വിഭാഗങ്ങൾ അംഗീകരിക്കുന്നു. അതേസമയം സൗദി അറേബ്യയും ഖത്തറും എല്ലാ വിഷയത്തിലും ഒരേ നിലപാടാണ് എന്ന് നമ്മൾ വിശ്വസിക്കാനും സാധ്യമല്ല. കാരണം പല കാര്യങ്ങളും അവർ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, അത് നിലനിൽക്കുന്നുമുണ്ട്. പക്ഷെ മൊത്തത്തിൽ ഇറാൻ മേഖലയിൽ നടത്തുന്ന ഒരു രീതി അതൊരു സെക്ടേറിയനിസം വളർത്താനേ ഉപകരിക്കുകയുള്ളൂ, പ്രത്യേകിച്ച് ഇറാഖിന്റെ കാര്യം. കാരണം ഇറാഖിന്റെ കാര്യത്തിൽ ഇറാന് നല്ലൊരു മേൽക്കോയ്മ നൂരി അൽ മാലിക് ഗവൺമെന്റിന്റെ മേലുണ്ട് എന്നുള്ളതും നിഷേധിക്കാൻ കഴിയാത്തൊരു വസ്തുതയാണ്. അതുകൊണ്ട് ഇത്തരം ഒരു സാഹചര്യത്തിൽ ഒരു ഐക്യ ഗവൺമെന്റ് ഇറാഖിൽ ഉടൻ തന്നെ എല്ലാ വിഭാഗം ആളുകളെയും സംയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു ദേശീയ ഐക്യ സർക്കാർ നിലവിൽ വരാത്തിടത്തോളം കാലം
ഈ സ്ഥിതി വളരെ രൂക്ഷമാവുകയുള്ളൂ. അത് ചിലപ്പോൾ രാജ്യങ്ങളുടെ അതിരുകൾ ഭേദിച്ചുകൊണ്ട് മറ്റു രാജ്യങ്ങളിലേക്ക് പടർന്നു കയറാൻ അതിഭീകരമായ ഒരു അവസരത്തിക്കാനുമുള്ള സാധ്യതകളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിഷേധിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ബന്ധപ്പെട്ട ആളുകൾ, പ്രത്യേകിച്ച് UN ഉൾപ്പെടെയുള്ള കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ പ്രസ്ഥാനങ്ങൾ ഇതിൽ അതിശക്തമായ അല്ലെങ്കിൽ വളരെ ക്രിയാത്മകമായ ഇടപെടൽ നടത്തിയേ തീരൂ എന്നിടത്തേക്കാണ് കാര്യങ്ങൾ വന്നിരിക്കുന്നത്. റൈറ്റ്. സ്റ്റാൻലി ജോണി, ഇക്കാര്യത്തിലെ നിശബ്ദനായ ഒരു പങ്കാളിയാണ് ഇസ്രായേൽ. കാരണം ഇസ്രായേൽ ഇക്കാര്യത്തിൽ ഒരു നിലപാടും പറഞ്ഞിട്ടില്ല, ഒരു പ്രസ്താവനയും ഇറക്കിയിട്ടില്ല. പക്ഷേ സദ്ദാം ഹുസൈനേക്കാൾ ബഷാറുൽ അസദിനേക്കാൾ അവർക്ക് ഭീഷണിയാവുന്ന ഘടകങ്ങളാണ് ഇപ്പോൾ സിറിയയിലും ഇറാഖിലും എമർജ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ഇറാഖിൽ പോലും നൂരി അൽ മാലിക്കിയെ മാറ്റി പകരം എല്ലാ വിഭാഗങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഐക്യ സർക്കാർ രൂപപ്പെടുത്തിയാൽ പോലും സിസ്താനി ഗ്രൂപ്പ് പോലുള്ള സിസ്താനി വിഭാഗം പോലുള്ളവർ അധികാരത്തിലേക്ക് പങ്കാളിയാകുന്നത് ഇസ്രായേലിന് കൂടുതൽ ഭീഷണിയാണ്. കാരണം നൂരി അൽ മാലിക്കിയേക്കാൾ കൂടുതൽ ഇസ്രായേൽ വിരുദ്ധരാണ് ഇറാഖിലെ ഭൂരിപക്ഷ ഷിയ വിഭാഗങ്ങളിൽ ഭൂരിഭാഗവും. ഇസ്രയേലിന്റെ കാര്യം ഇന്നത്തെ വെസ്റ്റ് ഏഷ്യയിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്രയേൽ ഒരു സ്ട്രാറ്റജിക് catch 22 സിറ്റുവേഷനിലാണ് ഇസ്രയേൽ എന്നിരിക്കുന്നത്. കാരണം ഇസ്രയേൽ ഇനി എന്ത് ചെയ്താലും ഇതിനോട് ഇപ്പോഴത്തെ പശ്ചിമേഷ്യയിലെ പ്രതിസന്ധിക്കുള്ള പ്രതിവിധിയായി ഇസ്രയേൽ എങ്ങനെ പ്രതികരിച്ചാലും ഇസ്രയേലിന്റെ തന്നെ ഇപ്പോഴത്തെ അവസ്ഥ അത് കൂടുതൽ പ്രത്യാഘാതം ഉളവാക്കുന്ന ഒരു അവസ്ഥയെ മാറ്റുകയുള്ളൂ. അത് നമ്മൾ തന്നെ സ്ട്രാറ്റജിക് ഡിലമ എന്നാണ് പൊതുവെ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ വിളിക്കുക. ഉദാഹരണത്തിന് സിറിയ നോക്കുക. സിറിയയിലെ ബഷർ അൽ അസദിന്റെ ഗവൺമെന്റ് ഒരു കാലത്തും ഇസ്രയേലിനോട് ഫ്രണ്ട്ലി നിലപാട് സ്വീകരിച്ചിരുന്ന ഒരു ഗവൺമെന്റ് ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും 3 വർഷങ്ങൾക്ക് മുൻപ് സിറിയൻ ഗവൺമെന്റിനെതിരെ സിറിയയിൽ പ്രക്ഷോഭം പൊട്ടി പുറപ്പെട്ടപ്പോൾ ഇസ്രയേൽ അതിനെ അനുകൂലിക്കുന്ന നിലപാടുകളാണ് കൈവരിച്ചിരുന്നത്. കാരണം അസദ് റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ട്രയാങ്കിൾ ഉണ്ട് മിഡിൽ ഈസ്റ്റിൽ. ഒരു ഭാഗത്ത് സിറിയൻ ഗവൺമെന്റ്, ഒരു ഭാഗത്ത് ലെബനോനിലെ ഷിയ മിലിറ്റന്റ് ഗ്രൂപ്പായിട്ടുള്ള ഹിസ്ബുള്ള. ഇവർ രണ്ടു കൂട്ടരെയും പിന്തുണച്ചുകൊണ്ട് ഇറാനിലെ ഷിയ ഗവൺമെന്റ്. ഇവർ മൂന്നും ചേരുന്ന ഈ ഒരു ട്രയാങ്കിൾ ആണ് ഇസ്രയേലിന്റെ എല്ലാ കാലത്തെയും ഏറ്റവും വലിയ ഒരു തലവേദന വെസ്റ്റ് ഏഷ്യയിലെ തന്നെ. അപ്പോൾ അസദ് വീണ് കഴിഞ്ഞാൽ അതുവഴി ഹിസ്ബുള്ളയെ ക്ഷീണിപ്പിക്കാമെന്നും ഇവർ രണ്ടുപേരും പോയി കഴിഞ്ഞാൽ ഇറാന്റെ ഇപ്പോഴത്തെ പശ്ചിമേഷ്യയിലെ സ്വാധീനം തന്നെ കുറയുമെന്നുമായിരുന്നു ഇസ്രയേലിന്റെ ആദ്യകാല കണക്കുകൂട്ടൽ. എന്നാൽ സിറിയയിൽ അസദ് ഗവൺമെന്റ് ക്ഷീണിച്ച സമയത്ത് അവിടെ ശക്തിപ്പെട്ട് വന്നതാകട്ടെ വളരെ ഹാർഡ് ലൈൻ നിലപാടുകൾ എടുക്കുന്ന സുന്നി മിലിറ്റൻസ് ആയിരുന്നു. അത് ഇസ്രായേലിനെ സംബന്ധിച്ച് അസദ് അറ്റ്ലീസ്റ്റ് ഒരു സ്റ്റേബിൾ ഗവൺമെന്റ് എങ്കിലും കഴിഞ്ഞ 2000 മുതലുള്ള കഴിഞ്ഞ 10-12 വർഷം കാലത്തോളം ഇസ്രായേൽ സിറിയ തമ്മിൽ അതിർത്തിയിൽ താരതമ്യേന സമാധാനപൂർവ്വമായിട്ടുള്ള സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. അസദ് ഒരിക്കലും ഇസ്രായേലിനെ അംഗീകരിച്ചില്ലെങ്കിൽ കൂടിയും ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടായിരുന്നു. അസദ് പോയി കഴിഞ്ഞാൽ രണ്ടാമത് വരാൻ പോകുന്നത് കുറെ കൂടി ഹാർഡ് ലൈൻ നിലപാടുകളുള്ള മിലിറ്റന്റുകളാണ് അവിടെ വരാൻ പോകുന്നത്. അത് ഇസ്രായേലിനെ സംബന്ധിച്ച് കൂടുതൽ തലവേദന ഉണ്ടാക്കുന്ന കാര്യമായിരുന്നു. അതേസമയം ഇപ്പോഴത്തെ ഇറാഖിന്റെ അവസ്ഥയും അത് തന്നെയാണ്. ഇറാഖിലെ സദാം ഹുസൈൻ ഗവൺമെന്റ് വീണപ്പോൾ അവിടെ പകരം വന്നത് ഒരു ഷിയ ഗവൺമെന്റ് ആണ്. ആ ഷിയ ഗവൺമെന്റ് വന്നത് വഴി ഇറാൻ എന്ത് ചെയ്തു? ഇസ്രായേലിന്റെ എല്ലാ കാലത്തെയും ഏറ്റവും വലിയ ശത്രു മിഡിൽ ഈസ്റ്റിലെ ഇറാനാണ്. ഇറാന്റെ സ്വാധീനം ഇറാന്റെ അതിർത്തിയിൽ നിന്നും ഇറാഖിലേക്ക് കൂടി വ്യാപിക്കുകയാണ് അക്കാലത്ത് ചെയ്തത്. റൈറ്റ്. സ്റ്റാൻലി ജോണി, നവാസ് സാർ, അവസാനമായി താങ്കളിലേക്ക് ഇത്തരമൊരു ധർമ്മസങ്കടത്തിൽ നിന്ന് അമേരിക്കയും അതിന്റെ സഖ്യരാഷ്ട്രങ്ങളും എങ്ങനെ മറികടക്കുമെന്നാണ് താങ്കൾ കരുതുന്നത്? എനിക്ക് യാതൊരു പ്രതീക്ഷയില്ല അവർ മറികടക്കുമെന്ന്. അതുമല്ല, ഈ വരാൻ പോകുന്ന ഒരു മാനവിക ദുരന്തത്തെ തടയാൻ അവർക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും അവരുടെ നിലവിലുള്ള ഒരു ബെലിജറൻസ് വെച്ച് പ്രത്യേകിച്ച് എന്തെങ്കിലും സംഭാവന ചെയ്യാനുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിലാകെയുള്ള 2 കാര്യങ്ങൾ. ഒന്ന്, ഒരു സൗത്ത് ആഫ്രിക്ക മോഡൽ ഒരു TRC, ട്രൂത്ത് ആൻഡ് റീകൺസിലിയേഷൻ കമ്മീഷൻ, സുന്നികൾക്കും ഷിയകൾക്കും കുർദുകൾക്കും ഇടയിൽ രൂപീകരിക്കാൻ അമേരിക്ക മുൻകൈയെടുത്ത് UN-നെയും OIC, ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോൺഫറൻസിനെയും അറബ് ലീഗിനെയും ഒരുമിച്ച് കൊണ്ടുവന്ന് സൗദിയെയും ഇറാനെ ഈ സെക്ടേറിയൻ ഔട്ട്ലുക്കിന് പകരം, പൊളിറ്റിക്കൽ ഔട്ട്ലുക്കിന് പകരം ഒരു മാനവിക മുഖത്തോടുകൂടി ഈ പ്രശ്നത്തെ കാണണം. ഒന്നത്. രണ്ടാമത്തത്, ഇനി അതല്ലെങ്കിൽ ഇറാഖിലൊരു അംബേദ്കർ വേണം. അതായത് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് എല്ലാവർക്കും യോജിക്കാവുന്ന ഒരു ഭരണഘടന, ഒരു കോൺഫെഡറേഷൻ ടൈപ്പ് ഭരണഘടന രൂപീകരിച്ച് ഒരു പൊളിറ്റിക്കൽ സൊല്യൂഷൻ അത് അമേരിക്ക കൊണ്ടുവന്നിട്ട് കാര്യമില്ല. അത് ഇറാഖിൻ്റെ അകത്തു നിന്ന് വരണം. അതിനു മാത്രമുള്ള ഒരു പൊളിറ്റിക്കോ ഇൻ്റലക്ച്വൽ കപ്പാസിറ്റി അവിടുത്തെ ഏതെങ്കിലും നേതാവിനുണ്ടെന്ന് വിശ്വസിക്കാനുള്ള ഭാഗ്യം നമുക്കില്ല. അതുകൊണ്ട് തന്നെ ഇറ്റ്സ് ഹൈ ടൈം UN ഇൻ്റർവീൻഡ്. UN ഇടപെടേണ്ട സമയമായിട്ടുണ്ട്.
അതുകൊണ്ടാണ് ഇസ്രായേൽ തന്നെ ഇവരെല്ലാം സ്വയം കുഴിച്ച കുഴിയിൽ പെട്ടിരിക്കുകയാണ്. പിന്നെ നമുക്ക് ആഹ്ലാദപൂർവ്വം റിപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം ബഹുമാനപ്പെട്ട സ്റ്റാൻലി പറഞ്ഞതുപോലെ ചരിത്രത്തിലാദ്യമായി, ഒരുപക്ഷെ മനുഷ്യ ചരിത്രത്തിലാദ്യമായി ഭിന്നിപ്പിച്ച് ഭരിക്കുക അല്ലെങ്കിൽ ഭിന്നിപ്പിച്ച് നേടുക എന്ന് പറഞ്ഞ തന്ത്രം പരാജയപ്പെട്ടിരിക്കുകയാണ്. കാരണം ആർക്കെതിരെ ആരെ ഭിന്നിപ്പിച്ചോ അവർ ഒന്നാം എതിരാളിയേക്കാൾ ശക്തരായ എതിരാളികളായി മാറിയിരിക്കുകയാണ്. ഇത് തുടങ്ങിയത് 2006 ഫലസ്തീൻ തെരഞ്ഞെടുപ്പ് മുതലാണ്. മിഡിൽ ഈസ്റ്റ് ക്രൈസിസിൽ നിന്നും ഉണ്ടായ ചരിത്രപരമായ ഒരേ ഒരു പോസിറ്റീവ് അതാണ്. റൈറ്റ്. ഇവരെ ഒന്നിപ്പിക്കേണ്ട UN അത് സാധിക്കുമോ എന്നുള്ളതാണ് വരും ദിവസങ്ങളിൽ നമുക്ക് കാണേണ്ടത്. വളരെയധികം നന്ദി നവാസ് നിസാർ, സ്റ്റാൻലി ജോണി, PK നിയാസ് ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് പ്രതികരിച്ചതിന്.